വെച്ചിട്ടുണ്ട്. ഈ 1 ലിറ്റർ പാലിൽ നല്ലോണം തിളപ്പിക്കണം. നമ്മൾ തിളപ്പിച്ചിട്ട് അതിനടുത്ത പ്രൊസീജിയർ പറഞ്ഞത് തിളച്ച് വരട്ടെ. ഇനി നമ്മൾ 1 ലിറ്റർ പാല് നല്ലോണം തിളപ്പിക്കുക. 1 ലിറ്റർ പാല് പാരുമ്പോൾ 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അധികം വെള്ളം ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. നമ്മളിങ്ങനെ നന്നാക്കി ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പാല് തിളച്ച് വരണം. നമ്മൾ 2 ഏലക്കായ ഇതിനകത്തേക്ക് ഇടണം കേട്ടോ. ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് ഇളക്കി കൊടുക്കണേ. ഏലക്കായ ഇടുക കേട്ടോ. അപ്പോൾ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തിളച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ കസ്റ്റാർഡ് മിൽക്ക്, കുറച്ച് കസ്റ്റാർഡ് പൗഡർ പാല് മാറ്റി വെച്ചിട്ട് ഞാനിതിനകത്ത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ലൂസാവണേ, അതിനാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിയത്. കൈ നിർത്താണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒന്ന് തിളച്ചാൽ മതി. ഇനി നമ്മൾക്ക് അതിൻ്റെ കൂടെ പഞ്ചസാര ഇടാം. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം, മിൽക്ക് മെയ്ഡ് വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡ് ഇടാം. ഞാൻ കൂടുതൽ പഞ്ചസാര ഇടുന്നില്ല. നോമ്പായതുകൊണ്ട് കുട്ടികൾക്ക് മധുരം അത്ര വേണ്ട. അപ്പം ഞാൻ കുറച്ച് മധുരം ഇടുന്നുള്ളൂ. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടണം കേട്ടോ. മധുരം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഓഫ് ചെയ്യണേ. ഇനി നമ്മളടുത്തത് ഈ ചവ്വരി ഇതിനകത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ചവ്വരി ഉണ്ടാവില്ലേ, ഈ ചവ്വരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചവ്വരി ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ കണ്ടതിനകത്ത് സാഗോൺ റൈസ് ഇട്ടിരുന്നിട്ട് കേട്ടോ. കണ്ടോ സാഗോൺ റൈസ് കണ്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാംഗോ ആഡ് ചെയ്യുക. കുറച്ച് മാംഗോ വേണമെങ്കിൽ മാംഗോ ആഡ് ചെയ്യാം, ആപ്പിൾ ആഡ് ചെയ്യാം, അനാർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക കേട്ടോ. പപ്പായയും പൈനാപ്പിളും ആഡ് ചെയ്യരുത്. അപ്പോൾ അതിനകത്ത് ഒരു കയ്പ്പ് ചുവ വരും കേട്ടോ. ഇതാ ഇങ്ങനെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മളിതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒരു 2 ഗ്ലാസ്സിലേക്ക് പാർന്നിട്ട് നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് മുകളിലിടണം. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സിലേക്ക് പാർന്ന് ഇനി ഇത് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് പാർന്ന് ഇനി ഇത് കുടിച്ച് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവരും ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ.